തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ്സുകാരൻ മിഥുന് യാത്രാമൊഴി ചൊല്ലുകയാണ് നാട്. അവസാനമായി മിഥുൻ സ്കൂൾ മുറ്റത്തെത്തിയപ്പോൾ അധ്യാപകരും കൂട്ടുകാരും വിങ്ങിപ്പൊട്ടി. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിലാപയാത്രയെയാണ് സ്കൂളിലേക്ക് മൃതദേഹം എത്തിച്ചത്. വൻ ജനക്കൂട്ടമാണ് മിഥുൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ റോഡിന് ഇരുവശവും കാത്തുനിന്നത്. സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഇപ്പോൾ വിളന്തറയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. മിഥുന്റെ വിളന്തറയിലെ വീട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി അരുൺ രാജും അശ്വിൻ പാലാഴിയും ചേരുന്നുണ്ട്. അരുൺ, സ്കൂളിൽ നിന്ന് വിലാപയാത്ര വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയം എടുക്കും അത് വീട്ടിലെത്താൻ. നമുക്കറിയാം, സ്കൂളിലേക്ക് വിലാപയാത്രയാണ് മൃതദേഹം കൊണ്ടുവന്നത്. വഴി നീളെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ആ 13 വയസ്സുകാരനെ കാണാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നതും ഈ റോഡിന് ഇരുവശവും കാത്തു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അവസാനമായി ഒന്ന് കാണുന്നതിന് അവസരം ഒരുക്കിയായിരിക്കും. വീട്ടിലെ അവസ്ഥ എന്ത് എന്ന ചോദ്യം പോലും ഈ ഘട്ടത്തിൽ പ്രസക്തമല്ല എന്ന് എനിക്കറിയാം. അമ്മ വീട്ടിലെത്തിയിട്ടുണ്ടോ ആരും? വിജയകുമാർ, അല്പസമയത്തിനകം തന്നെ ഏകദേശം 1 മണിക്കൂർ പിന്നിടുമ്പോൾ അമ്മ ഇവിടേക്ക് എത്തും. ഇപ്പോൾ ഹരിപ്പാട് പിന്നിട്ട് അമ്മ ഈ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ഈ വീട്ടിലെ അവസ്ഥ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിറങ്ങലിച്ച മനസ്സായി നിൽക്കുന്ന നാട്, ആ നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഇന്നലെ വരെ മിഥുനോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചിരുന്നവർ, മിഥുന്റെ കളിയും ചിരിയും കണ്ട നാട്ടുകാർ, അവർ അവസാനമായി ഇവിടേക്ക് എത്തുന്നത് ആ ചേതനയറ്റ മിഥുന്റെ ശരീരം അവസാനമായി ഒരു നോക്ക് കാണുവാനാണ്. അവർക്കത് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് ആ വേദന. കാരണം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ആ വേദന അത്രത്തോളം തളം കെട്ടി നിൽപ്പുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നപ്പോൾ മിഥുന്റെ മുത്തശ്ശിയാണ്. കുറച്ച് സമയം മുമ്പാണ് മുത്തശ്ശി ശരീരം കൊഴിഞ്ഞ് പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ വേദന അത്രമേൽ ആഴത്തിലുണ്ട് ഓരോരുത്തരെയും സംബന്ധിച്ചും. കാരണം പ്രതീക്ഷകൾ ഒരുപാടുണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച്. ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ തന്നെ രക്ഷിതാക്കളും വിവിധ അധ്യാപകരും ഒക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കൂളിലേക്ക് അവൻ പടികേറി വന്നത് അവൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടാണ്. പക്ഷേ ആ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അവനവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഈ വീട്ടിന് എത്താണിയാവേണ്ടതായിരുന്നു, ഈ വീടിൻ്റെ പ്രതീക്ഷകളായിരുന്നു, അച്ഛനും അമ്മയ്ക്കും ഒരു തണലായി മാറേണ്ടതായിരുന്നു. അതെല്ലാം അവസാനിപ്പിച്ച് അവൻ മടങ്ങുകയാണ്. അവൻ്റെ ജീവിതയാത്ര അവസാനിപ്പിച്ച് അവൻ മടങ്ങുമ്പോൾ അത് വൈകാരികമാകും എന്നുള്ള കാര്യം സംശയമില്ല. അതിനെ എത്രത്തോളം ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാനസികമായി പോലും നമ്മൾ പോലും മനസ്സുകൊണ്ട് വിറങ്ങലിക്കുകയാണ്. കാരണം ഒരു പയ്യൻ, അവൻ എത്രത്തോളം ജീവിതത്തിൽ സഹപാഠികൾക്ക്, സഹപ്രവർത്തകർക്ക്, അതുപോലെ തന്നെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് ഓരോ ഘട്ടത്തിലും മനസ്സിലാകുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഈ 13 വയസ്സുകാരൻ മിഥുൻ നാട്ടുകാർക്ക് പരോപകാരിയായിരുന്നു എന്നുള്ളതാണ്. അവസാനം അവൻ്റെ യാത്ര അവസാനിക്കുമ്പോഴും തൻ്റെ സഹപാഠിയുടെ ചെരുപ്പെടുത്ത് കൊടുത്തുകൊണ്ട് അവൻ ജീവിതം അവസാനിപ്പിക്കുകയാണ്. കാരണം ആ യാത്രയൊക്കെ ആ മിഥുൻ എന്ന 13 വയസ്സുകാരൻ പ്രായത്തിനപ്പുറമുള്ള ഒരു പക്വത ജീവിതത്തിൽ പുലർത്തിയിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ഒരുപക്ഷെ അവരുടെ സ്വപ്നങ്ങൾ പൂണിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പട്ടാളക്കാരനായി ഈ നാടിന് സേവനം ചെയ്യേണ്ട ഒരാളായി മാറേണ്ടതായിരുന്നു. എന്തായാലും ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളുമായി മുന്നോട്ട് നടന്ന ഒരു കൊച്ചു പയ്യനാണ് അവൻ്റെ ജീവിത അവസാന യാത്രയിലേക്ക് കടന്നു പോകുന്നത്. ഇന്ന് അവസാനമായി ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു നോക്ക് കണ്ടുകൊണ്ട് ഒരുപക്ഷെ അത് വൈകാരികമായി, അത് നിയന്ത്രണങ്ങൾക്കപ്പുറമായി മാറിക്കൊണ്ടിരിക്കും. സ്വാഭാവികമാണത്. കാരണം അത് എങ്ങനെ ഉൾക്കൊള്ളും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഈ നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും തന്നെ കൃത്യമായ ഉത്തരം ഇപ്പോഴുമില്ല. ഓരോ നാട്ടുകാരുടെയും അല്ലെങ്കിൽ അയൽക്കാരുടെയും എല്ലാം മുഖത്ത് ആ വേദന അത്രത്തോളം ആഴത്തിൽ, അത്രത്തോളം ശക്തമായി തന്നെ നിലകൊള്ളുന്നു. ഒരുപക്ഷെ അത് എങ്ങനെ സംഭവിച്ചു, ഇതിൻ്റെ ജീവൻ എങ്ങനെ എടുത്തു എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം അപ്പുറത്ത് നിൽക്കുമ്പോഴും അതിൻ്റെ കുറ്റക്കാർക്കെതിരെ നടപടികളടക്കം ഉണ്ടാകണമെന്ന ആവർത്തിച്ചുള്ള ആവശ്യങ്ങൾ ഉയരുമ്പോഴും ഇന്ന് എല്ലാം മറന്ന് രാഷ്ട്രീയ ഭേദമന്യേ ഒരു നാട് ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ മിഥുന് യാത്രാമൊഴിയേകുവാൻ അത് സ്കൂളിലേക്കും അതുപോലെ തന്നെ വീട്ടിലേക്കും അടക്കം ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. ഈ മിഥുനെ ഈ നാട്ടുകാർക്ക് അത് അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു. ഒരു നോക്ക് കാണാത്തവരുണ്ട്, ജീവനോടെ കണ്ടിട്ടില്ലാത്തവരുണ്ട്. പക്ഷേ ഇന്ന് ആ മകൻ യാത്രയാകുമ്പോൾ അവനെ വന്ന് കാണണം, അവൻ അന്ത്യോപചാരം അർപ്പിക്കണം, അന്ത്യപുഷ്പങ്ങൾ അർപ്പിക്കണമെന്ന് ചിന്തിച്ചാണ് ഈ നാട് ഒന്നടങ്കം ഇവിടേക്ക് എത്തുന്നത്. നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, വിളന്തറ എന്ന വലിയ പാടം എന്ന ഈ സ്ഥലം അത് അത്ര വലിയ ഒരു നഗരപ്രദേശമൊന്നുമല്ല. ഗ്രാമത്തിൻ്റെ എല്ലാ ചൈതന്യങ്ങളുമുള്ള, ഗ്രാമത്തിൻ്റെ എല്ലാ വിശുദ്ധിയും നിലനിൽക്കുന്ന, സാധാരണക്കാർ ഉള്ള അന്നന്നത്തെ
ജീവിതത്തിന് വേണ്ടി ജോലിക്ക് പോകുന്ന ഒരു സാധാരണക്കാരുടെ ഒരു ഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് പരസ്പരം ഓരോ വീട്ടുകാർക്കും പരസ്പരം തമ്മിൽ അറിയാം. ഓരോ വീട്ടിലെയും പരസ്പരം ആൾക്കാരുമായി സ്നേഹബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ആ മിഥുൻ എന്ന് പറയുന്ന പയ്യൻ, ആ വിദ്യാർത്ഥി അത്രത്തോളം ആഴത്തിൽ തങ്ങളുടെ എല്ലാം മകനായി മാറിയിരുന്നു ഓരോരുത്തർക്കും. ഇന്ന് കേരളത്തിൻ്റെ മകനാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി എല്ലാം ആവർത്തിക്കുമ്പോൾ അതിനപ്പുറം ഈ കഴിഞ്ഞ 2 ദിവസമായി മിഥുനെ കേട്ട, മിഥുനെ ശ്രവിച്ച, മിഥുനെ കണ്ട ഈ ജനം മുഴുവൻ ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ്. അത് വല്ലാത്ത വേദനയായി മാറുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആ കുടുംബത്തിൻ്റെ ആ ഉള്ളിലെ കാഴ്ചയാണ്, ആ വീട്ടിനുള്ളിലെ കാഴ്ചയാണ്. തിരിച്ച് മുത്തശ്ശി വീട്ടിലേക്ക് എത്തുമ്പോൾ ചോദിക്കുന്നത് എൻ്റെ പൊന്നുമോൻ വന്നോ എന്നുള്ള ചോദ്യമാണ്. പക്ഷേ ആ വാക്കുകൾ പോലും നമ്മുടെ പോലും നാവുകളെ വല്ലാതെ വിറങ്ങലിപ്പിക്കുന്നുണ്ട്. വാക്കുകൾ പോലും ഇടമറിയുന്നുണ്ട്. കാരണം അത്ര വൈകാരികമായ ആ മുഹൂർത്തത്തെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ട ആ മിഥുൻ എന്ന 13 വയസ്സുകാരൻ ഒരുപക്ഷെ അവൻ അത്രത്തോളം ആഴത്തിൽ ഇങ്ങനെ ഇത്ര പ്രിയപ്പെട്ടവനായി മാറി പലർക്കും എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയായി നിൽക്കുമ്പോൾ ആ യാഥാർത്ഥ്യം, മിഥുൻ ഇന്ന് ലോകത്തില്ല, മിഥുൻ ഇന്ന് ഭൂമിയിലില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ, അത് തിരിച്ചറിയുവാൻ കഴിയാൻ വലിയ ഒരു സമൂഹം തന്നെ ഈ വീടിന് ചുറ്റുപാടുമുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, വളരെ ചെറിയൊരു വീടാണ്. ആ വീടിന് ചുറ്റും ഒരുപക്ഷെ വലിയൊരു ജനസമൂഹത്തെ ഉൾക്കൊള്ളാനോ ആ ജനബാഹുല്യം താങ്ങുവാനോ ഒന്നും കഴിയുന്നില്ല. പക്ഷേ അപ്പോഴുപോലും അതിനെയെല്ലാം മറികടന്ന് ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇവിടേക്ക് എത്തിച്ചേരുന്നത് വലിയ ജനസമൂഹമാണ്. വിജയകുമാർ, ആ വേദനയിൽ അവസാനമായി അവനെ കണ്ട് അവനൊരു യാത്രാമൊഴി നൽകി, ആ സ്നേഹവായ്പ അവന് നൽകിക്കൊണ്ട് മടങ്ങുക എന്നുള്ളതാണ് ഈ നാട് ഒന്നാകെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.